പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃപാസനത്തിൽ എത്തിച്ചേരുമ്പോൾ പുതുതായിട്ട് എടുത്തുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവമാണ് എന്നെ എൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇത് എല്ലാവർക്കും അറിയാം, ഇത് ദൈവമാണ് കൊണ്ടുവന്നതെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ വിഷയവുമായിട്ട് ആനുപാതികമല്ല. അതാ പ്രശ്നം. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദൈവമാണ് കൊണ്ടുവന്നതെന്നറിയാം, ബട്ട് അവരുടെ ഒരു മിനിമം ഡൗട്ട് ചില ആൾക്കാരെ നിലനിർത്തുന്നുണ്ട്. ഒക്കുമായിരിക്കും അല്ലേ? ചിലക്ക് കൃപാസനം മാതാവിൽ അനുഭവമില്ലാത്ത കൊണ്ട് വിശ്വാസം ചിലർക്ക് ആദ്യഘട്ടങ്ങളിൽ കുറവായി വരാം. ചിലർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല. അവർ ചിന്തിക്കണം, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമായിരിക്കുമോ? അവർ തന്നെ എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെൻ്റെ വലിയ മഹാസംഭവമാണ്, ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളൊരു ധാരണയിലാണ് അവരങ്ങനെ പറയണത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. സാധാരണ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സാക്ഷ്യങ്ങൾ, ഈ സന്ത്രാസമൊന്നും ഇല്ലാതെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. സാക്ഷ്യങ്ങളിങ്ങനെ സാക്ഷ്യങ്ങൾക്കുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾക്കറിയാം, സാക്ഷ്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് ഒരു ധ്യാന കേന്ദ്രമായതുകൊണ്ട് സ്വാഭാവികമായി അവിടെ ദൈവം പ്രവർത്തിക്കും. അങ്ങനെ വരുന്ന സ്വാഭാവിക സാക്ഷ്യങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ സാക്ഷ്യത്തിന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കണം. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ പ്രശ്നം അല്ലത്, അത് ദൈവത്തിൻ്റെ പ്രശ്നമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 10-8 സൂചി കാണിച്ച് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് 2004 പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിച്ച് ലോകത്തിന് മാതാവിൻ്റെ സന്ദേശം കൈമാറണം. അതാണ് അതിനു വേണ്ടിയാണ് ഈ ഉടമ്പടി തന്നിരിക്കുന്നത്. ഉടമ്പടി തന്നതിൻ്റെ കാരണം എത്രയോ സ്ഥലങ്ങളിൽ പ്രത്യക്ഷീകരണം നടക്കുന്നു. അവിടെ ഒന്നും കൊടുക്കാത്ത ഒരു പ്രത്യേക രക്ഷാകര പദ്ധതി ആദ്യം 2015 ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 10ാമത്തെ വർഷത്തിൽ, അത് 10ാം വർഷമായെന്ന് എനിക്ക് പോലും അതിനെക്കുറിച്ചൊരു കോൺഷ്യസ് ഇല്ലായിരുന്നു. കാര്യം കൃപാസനം വേറൊരു മോഡ് ഓഫ് സർവീസിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അപ്പോൾ ശുശ്രൂഷയ്ക്ക് പഞ്ഞമില്ലായിരുന്നു, ആൾക്കാർക്ക് കുറവില്ലായിരുന്നു, ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2015 ആദ്യമായിട്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടി. എന്താണ്? അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി. അതൊന്നും എൻ്റെ വാക്കുകളൊന്നുമല്ല. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ എന്നായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ജിസ്റ്റ് എന്ന് പറയുന്നത്. അത് ആൾക്കാർ 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഈ ഉടമ്പടി വരണത്. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര ദൈവികമായ പദ്ധതി എന്തിനാണ്? കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും. അപ്പോൾ കുടുംബം അതിനകത്തുണ്ടേ. അപ്പോൾ കുടുംബത്തെ ഓറിയൻറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ അമ്മ ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഉടമ്പടിയുടെ എല്ലാ വിഷയങ്ങളിലും കുടുംബജീവിതം തന്നെയാണ്. കുടുംബജീവിതം എന്ന് പറയണത് അതിനകത്ത് ജോലി, വീട്, വിവാഹം. നിങ്ങളോർക്കും എപ്പോഴും ഓർക്കും എന്താ എപ്പോഴും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്ന്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പറയണത് എന്താണ്? മാനുഷ്യമായ വിഷയങ്ങൾ തന്നെയാണ് പറയണത് എല്ലാം. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയണത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റാണ്. കാര്യം കുടുംബം തകർച്ച നേരിടുന്ന, ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം. അപ്പം ഞാൻ ചരിച്ചത് ഉടനെ പിറ്റേ മാസമാണ് സുനാമി ഉണ്ടായത്. പിന്നെ ഉടനെ ചിക്കൻ ഗുനിയ ഉണ്ടായി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ നിപ്പ വൈറസ് വന്നു. പിന്നെ 2018 വന്നപ്പോൾ പ്രളയം വന്നു. 19 കോവിഡ് വന്നു. ഇങ്ങനെ
ദുരന്തത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ വന്നു. അപ്പം ഞാനും ആ ലെവലിലാണ് ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കണത്. പക്ഷേ എന്നാലും പ്രാർത്ഥന തന്നിരിക്കുന്നത് എന്താണ്? പ്രാർത്ഥന തന്നിരിക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലുമെന്നാണ് കിടക്കുന്നത്. ആ പ്രാർത്ഥനയിൽ 2015 ആ വെളിപാട് പ്രത്യക്ഷീകരണം, ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന അതാണ്. അപ്പോഴേ കുടുംബമുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് പ്രകൃതി ദുരന്തമായിരിക്കും എന്നാണ്. പക്ഷേ ഇപ്പോഴെന്താ ഈശോ പറയണത്? പ്രകൃതി ദുരന്തം മാത്രമല്ല, ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബങ്ങളിലല്ലേ? ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബങ്ങളുടെ ദുരന്തം സംഭവിച്ചാൽ പിന്നെ പ്രകൃതി സമാധാനമായിട്ടും കാര്യമില്ല. പിന്നെ കുടുംബം ദുരിതം അനുഭവിച്ചു. ഇപ്പം ചില ആൾക്കാർ വണ്ടി ഇടിച്ച് ചാകട്ടെ, എല്ലാം പെണ്ണുമ്പോൾ വഴക്കിട്ട് പോയില്ല, കുഞ്ഞുങ്ങളും പോയി, എനിക്കാരുമില്ല, പിന്നെ ചത്താലെന്താ? മറ്റുള്ള ദുരന്തങ്ങളെല്ലാം ആൾക്കാർക്ക് സെക്കൻഡറിയാണ്. നമ്മളെന്തിനാണ് രോഗമില്ലാതിരിക്കണം? എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റണം. രോഗമില്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? എനിക്ക് ഒരമ്മ രോഗമില്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കണ്ണടയുന്നവരെ എൻ്റെ വരെ എങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം. കുടുംബമാണ് പ്രശ്നം. അപ്പോൾ ഈ കൃപാസനത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ദൈവികമായ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന കുടുംബത്തെയാണ്. ഈ കുടുംബം ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചീവ് ഇപ്പോഴാണ് നമുക്ക് തട്ടുന്നത്. യൂറോപ്പൊക്കെ നേരത്തെ തകർന്നതിൻ്റെ കൂടെ പള്ളിയും തകർന്നു. കുടുംബം തകർന്നപ്പോൾ പള്ളിയും തകർന്നു. ഞാൻ ചില രാജ്യങ്ങളിൽ ചെന്നപ്പോൾ അവിടെ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അച്ഛാ കുടുംബം തകർന്നു അവിടെ. അപ്പോൾ എന്ത് പക്ഷേ കഴിഞ്ഞാൽ കുടുംബം തകർന്ന് പള്ളി തകരും, അതുപോലെ തന്നെ സഭ തകരും, എല്ലാം തീരും. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ കുടുംബത്തോടാണ് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ ഡൈവേഴ്സുകാരും കോടതി കൊടുത്തിരിക്കുന്നവരും അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിചാരിക്കണത് എങ്ങനെയെങ്കിലും ഈ കാലം മാടാനിടയ്ക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവളുടെ പഠിപ്പിൻ്റെ അധ്യത്വമാണ്, അവൾ പോയിട്ട് അവിടെ വേറെ ആൾക്കാർ കമ്പനി അടിക്കുകയാണ്. അറിയാൻ പാടില്ലേ, ഇയാൾ സ്വന്തമായിട്ട് കൃതിക്കാണ് ഇവിടെ നാട്ടിലിരുന്നുകൊണ്ട് കൃതിക്കാണ്. അവളുടെ ഡ്യൂട്ടി കൊണ്ട് ഭാരം കൊണ്ട് ചിലപ്പോൾ സമയത്ത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല. എടുക്കാഞ്ഞിട്ടല്ല, എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ നിങ്ങളെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നാൽ മാത്രമേ അവരെന്തുമാത്രം പ്രഷർ, ടെൻഷൻ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സ്നേഹം കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ അകൽച്ച എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഏറ്റവും വലിയ ഈ വരാൻ പോണ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അകൽച്ചയാണ്. ശരിക്കും നമ്മൾ കുടുംബത്തിൽ വരുമ്പോൾ ഒരു മിനിമം കാഷ്വാലിറ്റി നമുക്ക് കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകും. ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉള്ള കാരണവും താല്പര്യങ്ങളൊക്കെ വ്യക്തിപരമായത് കാരണം ചിലപ്പോൾ ചില ക്രാഷ് ഉണ്ടാകും. പക്ഷേ അത് 10% പക്ഷേ അകന്നിരിക്കുമ്പോൾ ഉള്ള ക്രാഷ് ഒരു 50% വരെ ചെല്ലും. എന്താ കാര്യം? ഈ അകന്നിരിക്കുമ്പോഴുള്ള റിലേഷൻസ് മുഴുവൻ ഇക്കണോമിക് ഫൈനാൻസ് റിലേഷനാണ്. നോട്ട് ബോഡി റിലേഷൻ, നോട്ട് മെൻ്റൽ റിലേഷൻ. സ്കൈപ്പിലൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബോറടിക്കത്തില്ലേ മനുഷ്യന്? എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന് ബോറെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ അടിക്കും നമുക്കിട്ട് വന്ന്. നമ്മൾ തിരിച്ചടിക്കാൻ വല്ലതും പറ്റുമോ ബോറിനിട്ട്? അത് സഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ സംവിധാനങ്ങളൊന്നും സപ്പോർട്ടീവ് അല്ലാത്ത സമയം വരും. അപ്പോൾ എപ്പോഴും കടമാണ്, പണം വേണം, കടമാണ്, ശമ്പളം കിട്ടിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിലേഷൻസിൽ മുഴുവനും ഫൈനാൻസ് റിലേഷനേ ഉണ്ടാകത്തുള്ളൂ. ഫൈനാൻസ് റിലേഷൻ. അപ്പോൾ അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്നത് എൻ്റെ കുടുംബക്കാർ അമ്മയും മക്കളും എല്ലാം കൂടി എന്നൊരു കറവപ്പശായിട്ട് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. NRIയുടെ കുറേ ആൾക്കാർക്കുള്ള പ്രശ്നം എന്തായിരുന്നു? അമ്മയും മക്കളും എപ്പോഴും പപ്പായും വിളിക്കും, മമ്മി വിളിക്കും, പിള്ളേർ വിളിക്കും, കിടുങ്ങി വിളിക്കും, കുടുങ്ങി വിളിക്കും. എന്തായാലും കാശാണ് പ്രശ്നം. അയാൾക്കറിയാമല്ലോ, അത് കുറേ അഭ്യാസമൊക്കെ അറിയാമല്ലോ. ഈ കുടുങ്ങിയൊക്കെ വിളിക്കുന്നതിൻ്റെ പിന്നിൽ അവസാനം കാശിലേ വന്ന് നിൽക്കത്തുള്ളൂ എന്നറിയാം. പൂച്ചയെ എങ്ങനെ പിടിച്ചിറങ്ങിയാലും 4 കാലേ വന്ന് നിൽക്കും. എന്ത് സംസാരമായാലും അവസാനം കാശിലേ വന്ന് നിൽക്കും. അപ്പോൾ ആൾക്കാർക്ക് ബോറടിക്കോ? അപ്പോൾ ഈ ബോറടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്കറിയാവോ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവോ ഞാൻ എന്ത് അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കണമെന്ന്? അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നം വരും. മനസ്സിലാകുന്നില്ല.
അപ്പം ഇവിടുത്തെ കേമത്വം കഷ്ടപ്പാട് ഇവരും അങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയെഴുന്നള്ളിച്ചിട്ട് എന്ത് കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല. പക്ഷേ അതേസമയം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു സത്യമുണ്ട്. കിട്ടുന്ന സമയം 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് വീഡിയോ കോൺഫറൻസിൽ ജപമാല ചെല്ലണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 10 മിനിറ്റേ കിട്ടത്തുള്ളൂ അവർക്ക്, 2 പേർക്ക് കിട്ടേണ്ടില്ല സമയം. അപ്പം കിട്ടുന്ന സമയത്ത് അവർ ദൈവത്തിന് അതിനകത്ത് കക്ഷി ചേർക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കുടുംബം സെറ്റ് ചെയ്യുമ്പോൾ ഒരേ വിശ്വാസത്തിലുള്ളവർ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ഒരേ ജോലി അനുസരിച്ചാണ് സെറ്റ് ചെയ്യണത്. ഒരേ ജോലി, PR അല്ലങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് സെറ്റ് ചെയ്യണത്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരേ വിശ്വാസം എന്ന് പറയുന്നത്. ഒരേ വിശ്വാസത്തിലാണ് കുടുംബം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതം കിട്ടാം. പക്ഷേ വിശ്വാസം പ്രാക്ടീസ് ചെയ്യണം. വിശ്വാസം താത്വികമായിട്ട് ആശയപരമായിട്ട് ഇങ്ങനെ ഒരു ഇരുട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അത് പ്രാക്ടീസിങ് ഫെയ്ത്താണ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ് ആയിരിക്കണം. അല്ലെങ്കിൽ ഫെയ്ത്തിനൊരു കുഴപ്പമുള്ളത്, വിശ്വാസത്തിൻ്റെ കുഴപ്പമുള്ളത് വിശ്വാസത്തിൻ്റെ അകത്ത് തന്നെ സംശയമുണ്ട്. ഇൻബിൽട്ടാണ്. വിശ്വാസത്തിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന സാധനമാണ് സംശയം. അപ്പം കണ്ടൻറ്റ് വൈസ് വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞാൽ വിശ്വാസം കുറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല, സംശയം കൂടിയെന്നാണ് പറയാൻ പറ്റത്തുള്ളൂ. കണ്ടൻറ്റ് വൈസ് അങ്ങനെ മുട്ടയുടെ വെള്ളക്കാരും ചുവന്നക്കാരും ഇല്ലേ അല്ലേ? അപ്പോൾ അതുപോലെ ചുവന്നക്കാർ കുറവാണെങ്കിൽ അത്രയും വെള്ളക്കാർ കൂടിയിരിക്കും. അതാണ് എൻ്റെ തീർച്ചയായും. വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ വിശ്വാസം കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കൂടുതലാണെന്ന് അതിൻ്റെ അർത്ഥം. കാര്യം ഇത് രണ്ടും ഒരുമിച്ചാണ് പോണത്. ഇതൊരു ഭയങ്കര ട്രീറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണിത്. അതായത് നിങ്ങൾക്ക് വിശ്വാസം കൂടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കുറഞ്ഞെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്താണ്? വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യണം. വിശ്വാസത്തെ നേരിട്ട് ടാർഗറ്റ് ചെയ്താൽ പറ്റത്തില്ല. വിശ്വാസം ഒരു റിസൾട്ടാണ്. വിശ്വാസം റിസൾട്ടാണ്. എന്തിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? സ്നേഹത്തെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അതാണ് ബൈബിളിൻ്റെ ഒരു വെളിപാടതാണ്. എന്താണ്? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. ഇപ്പം സംശയത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് കുറച്ച് സംശയം നീങ്ങിയത് കൊണ്ട് ആക്റ്റീവ് ഫെയ്ത്തിലേക്ക്, ഒരു അപ്ലൈഡ് ഫെയ്ത്തിലേക്ക് വരത്തില്ല. ആ പ്രായോഗിക വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണൽ ഫാക്കൽറ്റി പവർഫുള്ളാകണം. അപ്പോഴും പലപ്പോഴും സംശയം തീർക്കാൻ വേണ്ടി ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയിലാണ് നമ്മൾ പഠനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പഠനങ്ങൾ എപ്പോഴും ബൗദ്ധികമായ ഫാക്കൽറ്റിയിൽ മാത്രമേ അത്, പക്ഷേ അതിൻ്റെ കൂടെ സംശയങ്ങൾ തീർന്നാലും ഒരു ആക്റ്റീവ് ഫെയ്ത്തിലേക്ക്, ആ വിശ്വാസം പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആശയപരമായിട്ട് നമ്മൾ ഓക്കെ ആയാൽ മാത്രം പോരാ, നമ്മൾ വൈകാരികമായിട്ട് ഓക്കെ ആകണം. വൈകാരികമായിട്ട് ആരുമായിട്ട് ഓക്കെ ആകണം? ദൈവമായിട്ട് ഓക്കെ ആകണം. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കണം. ഈ ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമുല ഉണ്ട് മുഴുവനും. അത് നിങ്ങൾ എപ്പോഴും ചെയ്യണം. ഉടമ്പടിയിൽ വരുമെന്ന പ്രശ്നം ചില ആൾക്കാർക്ക് ഇടിപെട്ട് സാക്ഷ്യങ്ങൾ പറയാൻ കാര്യം, ദൈവവുമായിട്ടുള്ള ഇവരുടെ വൈകാരിക ബന്ധം പെട്ടെന്ന് ബൂസ്റ്റഡ് ആവും. ഉടമ്പടിയിൽ ദൈവമായിട്ടുള്ള ഇപ്പം ചെറിയ പറഞ്ഞു, ഞാൻ നല്ല വെയിലായിരുന്നു അച്ഛാ, പിന്നലൊക്കെ പറഞ്ഞ നല്ല ചെറുപ്പകാലത്തൊക്കെ വന്നപ്പോൾ ഇടിപെട്ട് സാക്ഷ്യം പറഞ്ഞു, നല്ല വെയിലായിരുന്നു, വേറെ തൊലിച്ചു, ഞാൻ പത്രം കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ചെന്നപ്പോൾ തന്നെ കൊന്തയിട്ട ഒരാൾ എന്നെ കളിയാക്കിയെന്ന്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. കാര്യം കൊന്തയിട്ടവൻ തന്നെ എന്നെ കളിയാക്കി. കൊന്തയിട്ടവൻ ചിലപ്പോൾ അവൻ കൊന്തയിട്ടോണ്ടിരിക്കും, പിശാചിനും കൊന്തയിടാവില്ല, അതിലത്തെ കാര്യമില്ല. എന്തുമാത്രം പിശാചെ കൊന്തയിട്ട് നടക്കണം, അതല്ല കാര്യമില്ല. പക്ഷേ ഇവളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തട്ടായി. അപ്പോൾ എന്നാ ചെയ്ത്? അപ്പം അതിന് നിസ്സാരം അത്രേ ഉള്ളൂ. അതായത് നിൻ്റെ വിശ്വാസം ഈ കൊന്തയിട്ട് നിൽക്കുന്ന പിശാചിനേക്കാൾ അതൊരു പ്രലോഭനമായിട്ട് തന്നിരിക്കുകയാണ്. അതിനെ നീ അതിജീവിക്കണം. എന്നുവെച്ചാൽ അതിജീവിക്കണം എന്നാണ്? വിശ്വാസം അതിജീവിക്കണം എന്നല്ല, എന്നോടുള്ള നിൻ്റെ സ്നേഹം ഈ കൊന്തയിട്ട പിശാചത്തിൽ നൽകുന്ന പ്രലോഭനത്തെക്കാൾ നിൻ്റെത് ഉയർത്തണം. ദാറ്റ് മീൻസ് നീ സ്നേഹത്തിൽ വളരണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ അച്ഛൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഉത്തരമായിട്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പറയുമ്പോൾ നിങ്ങൾ ഉത്തരമായിട്ട് എന്ത് പറയും?
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 20-1000 പേരുണ്ടെങ്കിൽ മാർക്ക് ഇടുകയാണെങ്കിൽ ചിലർക്ക് 2 മാർക്ക്. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞ ഉത്തരത്തിന് ചിലക്ക് 2 മാർക്ക്, ചിലക്ക് 6 മാർക്ക്, ചിലക്ക് 8 മാർക്ക്, ചിലക്ക് 9 മാർക്ക്. അതിൻ്റെ വ്യത്യാസം നിങ്ങളെല്ലാം പറഞ്ഞ ഒന്നല്ലേ? നിങ്ങളെല്ലാം പറഞ്ഞ ഒന്നല്ലേ? പിന്നെ എന്തിനാണ് മാർക്ക് വ്യത്യാസം ഉണ്ടാകുന്നത്? അത് ചിലർ ബോധമില്ലാതെ പറയും, ചിലർ യാന്ത്രികമായിട്ട് പറയും, ചിലർ വിശ്വാസത്തോടെ പറയും, ചിലർ സ്നേഹത്തോടെ പറയും. അതിനാ മാർക്ക് വേണ്ടത്. സ്നേഹത്തോടെ പറയുന്നതിനാണ് മാർക്ക് 9 മാർക്ക്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധ വേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചതെന്ന്. എപ്പോഴും നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ ഒരു ആന്തരികമായിട്ടുള്ള ചോദ്യം ഉണ്ടാക്കേണ്ടത് എന്താണ്? ഞാൻ സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചത്, സ്നേഹത്തോടെയാണ് ഞാൻ കർത്താവിന് കൈമാറിയത്, സ്നേഹത്തോടെയാണ് ഞാൻ ഉടമ്പടി വിശ്വാസം പ്രയോഗത്തിലേക്ക് വരുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഓരോ പദ്ധതികളും പ്രക്രിയകളും ഞാൻ നിറവേറ്റുമ്പോൾ ദൈവ സ്നേഹത്തോടെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. ഇത് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ആവും സ്നേഹത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ഞാനൊക്കെ വന്ന ഒരു വഴിയാണ് ഞാൻ നിങ്ങൾ പറയണത്. ഞാൻ വന്ന വഴിയൊന്നുമല്ല, ബൈബിളിലുള്ള എല്ലാം ഈ ടൈപ്പാണ്. ഇന്നലെ കെസ്സിയ എന്ന് പറഞ്ഞൊരു മോളുടെ സാക്ഷ്യങ്ങൾ. കെസ്സിയയുടെ പ്രോബ്ലം, കെസ്സിയ അപ്പനെ കൊണ്ട് വന്നിരിക്കുകയാണ് ഇവിടെ. എനിക്ക് ഈ ആഴ്ചയിൽ ഏറ്റവും ടോപ്പായിട്ട് എന്നെ സ്പർശിച്ചത് കെസ്സിയയുടെ സാക്ഷ്യമാണ്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, കെസ്സിയ അപ്പനെ കൊണ്ട് വന്നിട്ട് അപ്പനെ ഫെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഇയർ ബാലൻസിന് അപ്പോൾ കെസ്സിയുടെ ഒരു പ്രത്യേകത, ഉടമ്പടിയുടെ ധ്യാനങ്ങളെല്ലാം ഇവൾ പ്രാർത്ഥിച്ചാണ് കേൾക്കണത്. ഉടമ്പടിയുടെ ധ്യാനം കൂടാൻ വേണ്ടി കൂടും. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ധ്യാനം കൂടണമെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ഡേഷൻസ് ഉണ്ടാകണത് എല്ലാം ഇവിടെ. നിങ്ങളുടെ സബ്ജക്റ്റ് എപ്പോൾ സംസാരിക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ലല്ലോ. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഈ പുറപ്പാട് 25-35 വെച്ചുള്ള സംസാരമാണ്. കാര്യം ഞാൻ എൻ്റെ ജനങ്ങളോട് കൃപാസനത്തിൽ നിന്ന് സംസാരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഉടമ്പടി ധ്യാനത്തിന് മറ്റു വചന പ്രഘോഷങ്ങളെക്കാളും സന്ദേശവിഹിതമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ വിഷയം ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും കർത്താവ്. നിങ്ങളിപ്പോൾ ഇന്ന് കടന്നു പോകുന്ന പർട്ടിക്കുലർ പ്രോബ്ലം നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ കരയാൻ മാത്രമേ നമുക്ക് നേരം ഉണ്ടാകത്തുള്ളൂ. ഇത് സ്നേഹം കൊണ്ടും കേട്ടും മനസ്സിലാക്കിയും നമ്മളറിയാതെ ഇങ്ങനെ ദൈവം ഇത്രയും നമ്മളൊരു കൃപയും കീടമൊക്കെ ഇട്ടും നമുക്ക് നമ്മുടെ നാട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കണില്ല, നമ്മുടെ വീട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കണില്ല. വീട്ടിൽ തന്നെ ഗ്രൂപ്പിസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഈ വീട്ടിൽ എനിക്കൊരു വിലയുമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം നിൻ്റെ വീട്ടിൽ നിനക്ക് വിലയില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ. ചിലപ്പോൾ അവരുടെ അനീതിയായിരിക്കും, ചിലപ്പോൾ നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടായാലും, പക്ഷേ ഫീൽ ചെയ്യണം നിനക്കാണ്. പക്ഷേ ഇങ്ങനെ ഒരു പൊസിഷനാണെങ്കിൽ പോലും ആരും തരാത്തൊരു വില ദൈവം നമുക്ക് തരും. അത് നമ്മുടെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇത് ആരും അപ്പം സ്വന്തം വീട്ടുകാർ പോലും തരാത്ത വില. അപ്പോഴും നീ എപ്പോഴും മനസ്സിലാക്കേണ്ട ഇതാണ്, നിൻ്റെ വീട്ടിൽ പോലും നിനക്കില്ലാത്ത വില ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്കുണ്ട്. പക്ഷെ നീ ഇത് കണ്ടെത്തണം. വിലാപങ്ങൾ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയിൽ ചിതറിക്കിടക്കുന്നു. അതായത് ഇസ്രായേലിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ദൈവപൈതലിനെക്കുറിച്ചും പറയുന്നത് ദൈവം ചോദിക്കണം എങ്ങനെ, സ്വർണത്തിൻ്റെ വില എങ്ങനെ കുറഞ്ഞെന്നല്ല ചോദിക്കണത്. അങ്ങനെ ഒരിക്കലും കുറയത്തില്ല. നീ സ്വർണമാണ്. നിനക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? മങ്ങിപ്പോകാം. നീ ദൈവത്തിന് നകലുന്നതനുസരിച്ച്, വിശ്വാസം കുറയുന്നതനുസരിച്ച് കൊണ്ട്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ കുറയുന്നതനുസരിച്ച് കൊണ്ട് നിനക്ക് മങ്ങൽ വരാം, പക്ഷെ വില കുറയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ നമുക്ക് വില കുറഞ്ഞാലും ദൈവ തിരുസന്നിധിയിൽ ഒരിക്കലും നമ്മുടെ വില ഇടിയത്തില്ല. അതാണ് നമ്മുടെ കോൺഫിഡൻസിൻ്റെ തന്നെ. ദൈവ തിരുസന്നിധി വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അതായിരിക്കണം. കാര്യം നിങ്ങളുടെ പാപങ്ങൾ കൊണ്ടോ. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞാൽ എന്താണ്, അയ്യോ ഞാൻ പാപിയാണ്, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ, ഞാൻ പാപാവസ്ഥ ജീവിക്കുന്ന ആളാണ്,
എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് നീയാണ് വിഡ്രോ ചെയ്ത് പോണത്. പക്ഷേ കർത്താവ് എന്താ പറയണത്? നീ ഇപ്പോഴും സ്വർണം തന്നെയാണ്, മങ്ങിപ്പോയിട്ടുണ്ടെന്ന കാര്യം സത്യമാണ്, പക്ഷെ നിൻ്റെ വില കുറഞ്ഞിട്ടില്ല. കൈയടിച്ച് കർത്താവ് ഈ വില കുറയാത്തത് കൊണ്ടാണ്, നമ്മുടെ വില ദൈവത്തിരുസന്നിധി കുറയാത്തത് കൊണ്ടാണ് നിനക്ക് പകരം ഞാൻ ജനതകളെ നൽകിയെന്ന് പറയണത്, രാജാക്കന്മാരെ നൽകിയെന്ന് പറഞ്ഞതിൻ്റെ കാരണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വാക്യം. നീ എനിക്ക് വിലപ്പെട്ടവനും പറഞ്ഞ്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഉടമ്പടിയുടെ എഫിക്കസി ഓഫ് കവനന്റ്. അതായത് നമ്മളെ തന്നെ വിലയിടിച്ചാലും അങ്ങനെ നമ്മൾ ചിന്തിച്ചാലും ദൈവം അങ്ങനെ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഫ്രഷായിട്ടാണ് നീ ദൈവസന്നിധിയിൽ ഉടമ്പടി എടുക്കുന്നത്. ഇത് ചില ഈ മനുഷ്യന്മാരുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വിശ്വാസ ലെവലിനേക്കാൾ വിശ്വാസ ലെവൽ നെഗ്ലിജിബിളായിട്ട് കളയും. എന്നാൽ അതൊരു അവഗണിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് കരുതും. കാര്യം അവർക്ക് വിശ്വാസത്തേക്കാൾ ഉപരി സ്നേഹമാണ് മുറ്റി നിൽക്കുന്നത്. നിൻ്റെ ഹൃദയത്തെ വിശ്വാസം കൂടിയാൽ, സ്നേഹം കൂടിയാൽ പിന്നെ വിശ്വാസം ഒരു വിഷയമാകത്തില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കുമല്ലോ, വന്ന് അവിടെ വന്ന് വെച്ചും ഉടമ്പടി എടുക്കണം, പോയി നോക്കാം, മറ്റുള്ളവരുടെ സാക്ഷിയൊക്കെ കേൾക്കാം, അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് നോക്കാം, അമ്മയ്ക്ക് എന്ത് കിട്ടിയെന്ന് അറിയാം. ഇങ്ങനെയൊക്കെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ചില ആൾക്കാർ വരുന്നില്ലേ. അവൻ്റെ കാര്യം പോക്കായിരിക്കും. എന്താ കാര്യം? അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാ? കർത്താവിനെയല്ല ടെസ്റ്റ് ചെയ്യണത്. അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാണ് ശരിക്കും? അവനെ തന്നെ ടെസ്റ്റ് ചെയ്യണം. എന്താണ്? എനിക്കിത് പറ്റത്തില്ലെന്ന് അവൻ തന്നെത്താൻ ധരിക്കുന്നു. എനിക്ക് ഉടമ്പടി പറ്റത്തില്ലെന്ന് ധരിക്കുന്നു. പക്ഷേ ദൈവം എന്താ പറയണത്? നിനക്ക് പറ്റുമെന്നാണ് ദൈവം പറയണത്. എന്താണ്? നീ ഇപ്പോഴും തങ്കവാ, നിൻ്റെ വില കുറഞ്ഞിട്ടില്ല. നീ നിന്നെ തന്നെ മോശമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ്, നമ്മളെ തന്നെ വില കുറച്ച് കളയുന്ന ആ സംഭവം മാറ്റിവെക്കണം. മാറ്റിയിട്ട് എൻ്റെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ദൈവം തന്നെയാണ്. ഇന്നും ദൈവതിരുസ്ഥന് എനിക്ക് വിലയുള്ളത് കൊണ്ടാണ് എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ആര് പറഞ്ഞാലും എന്ത് കേട്ടാലും ഇവിടെ ഞാൻ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് നീ ദൈവമായിട്ട് കൈ കൊടുക്കണം. എന്താ കാര്യം? നിൻ്റെ ജീവിതം എല്ലാം പുതുതായിട്ട് തുടങ്ങാൻ പോകുകയാണ്. ഇനി നിൻ്റെ ജീവിതം ദൈവം തീരുമാനിക്കും, വേറെ ആരും തീരുമാനിക്കാനില്ല. ബാങ്കുകാർ തീരുമാനിക്കത്തില്ല, ഡോക്ടർ തീരുമാനിക്കത്തില്ല, ആരുമേ തീരുമാനിക്കത്തില്ല. നിൻ്റെ കാര്യം ആര് തീരുമാനിക്കും? നിൻ്റെ ദൈവം തീരുമാനിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ആണ് ഒരു കോൺഫിഡൻസ് എന്ന് പറയണത്. കാരണം ദൈവദൃശ്യം നമ്മളെ സ്റ്റാറ്റസിന് മങ്ങലേറ്റതേ ഉള്ളൂ, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. ഇത് ബൈബിൾ നിനക്ക് തരുന്ന ഏറ്റവും വലിയ അഷ്വറൻസാണ്. എന്താണ്? മേ ബി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ദൈവദൃശ്യം നിൻ്റെ സ്റ്റാറ്റസ് അല്പം മങ്ങിപ്പോയി കാണും, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. അത് കർത്താവ് നിനക്ക് തരുന്ന വെളിപാടാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യുന്ന എല്ലാവരോടും ആൾക്കാരോട് കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം കമ്മ്യൂണിക്കേഷൻ കവനന്റിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കവനന്റിൻ്റെ ഭാഗമാണ്. ആര് കവനന്റിലായാലും ഉടനെ കമ്മ്യൂണിക്കേഷൻ ആകും. അപ്പോൾ ചിലർക്ക് നല്ല വെട്ടിപ്പായിട്ട് സംസാരിക്കാൻ അറിയാം ദൈവത്തോട്, ചിലർ സംസാരിക്കത്തില്ല, പക്ഷെ മനസ്സിൽ ഓർക്കും. എല്ലാം കമ്മ്യൂണിക്കേഷനാണ്. സഖറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. സ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട്. ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ അലിവ് തോന്നി ജെറുസലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവിടെ എൻ്റെ ആലയം പണിയും, ജെറുസലേമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തൂക്കുകെട്ടമായിട്ട് തിരിച്ചു വരികയാണ്. അതായത് വിഡ്രോ ചെയ്തിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളും
വിഡ്രോ ചെയ്തിരിക്കുന്ന ജീവിത രീതികളിലേക്കും നമുക്ക് ഉടമ്പടിയിലൂടെ തിരിച്ചു വരുന്നതിന് പ്രവചനങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്. ഇതെല്ലാം വാഗ്ദാനമാണല്ലോ. വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണ്ണമാകും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ, പറഞ്ഞ് വീണ്ടും വിളിച്ചു പറയുക, വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും വീണ്ടും ഐശ്വര്യപൂർണ്ണമാകും. ഐശ്വര്യപൂർണ്ണം. അതായത് അളവ് ചരട് കൊണ്ട് പിടിച്ച് അതിനെ നിർമ്മിച്ച് ഉയർത്തി വളർത്തുന്ന, അതായത് നമ്മളുടെ ജീവിതം മുഴുവനും റീസ്റ്റേറ്റ് ചെയ്യുന്നതാണ്. ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് കർത്താവിൻ്റെ പ്രവാചകവചനങ്ങളുടെ പ്രധാനപ്പെട്ട ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ ഐശ്വര്യമായാലും ശരി, ഇപ്പോൾ ചിലരെ കണ്ടു കഴിഞ്ഞാൽ 5 കീമോ എടുത്തവരാണെന്ന് പറയത്തില്ല. കാര്യം എന്താണ്? അത് വേറെ ആയിട്ട് അത് അതിൻ്റെ ആന്തരിക അഭിഷേകം കിട്ടിയിട്ട് അത് ഇവർക്ക് ബോഡിക്ക് ഏറ്റതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇങ്ങനെ ഓരോ വിഷയവും അങ്ങനെയാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളാണ് നമ്മളെന്ന് പറയാത്ത രീതിയിൽ ഈ പുനഃസ്ഥാപന റീസ്റ്റേഷൻ ഒത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കാം. അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഉടമ്പടി വാഗ്ദാനങ്ങൾ 8000 കേട്ടോ. 8880 വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയിലുള്ളത്. അപ്പം അതെല്ലാം മനുഷ്യൻ്റെ എക്കാലത്തെയുമുള്ള ജീവിതത്തെയാണ് അഡ്രസ്സ് ചെയ്യണത്. അതുകൊണ്ട് ഈ 8850 വാഗ്ദാനങ്ങളിൽ പെട്ടത് മാത്രമായിരിക്കും നമ്മുടെ വിഷയങ്ങളെല്ലാം വരാൻ പോണത്, പുതുതായാലും പഴയതായാലും. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവമായിട്ടുള്ള ലവ് ലെവല്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാമത്തെ തിരുവചനങ്ങൾ. സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. ദാറ്റ്സ് എ പോയിന്റ്. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം സകലതും വിശ്വസിക്കുന്നു. അപ്പം ദൈവത്തിൽ ഇത്തിരി വിശ്വാസം മങ്ങിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം ബൂസ്റ്റ് ചെയ്യണം. ഇതൊരു ഫോർമുലയാണ്. ദൈവത്തോട് അല്പം സ്നേഹം നിങ്ങൾക്ക് മങ്ങിയാൽ, വിശ്വാസം മങ്ങിയാൽ, നിങ്ങൾക്കറിയാമല്ലോ അവിടെ ഒരു ബാലൻസിങ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം മങ്ങിയാൽ എന്താ പറ്റണത്? സംശയം കൂടും. അതാണ് കാര്യം. വിശ്വാസവും സംശയം കൂടിയാണ് ഉള്ളത്. വിശ്വാസം എന്ന് പറയണത് സംശയരഹിതമായ ഒരു അവസ്ഥയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഈശോ ചോദിക്കുന്നത്, അല്പവിശ്വാസി നീ സംശയിച്ചത് എന്തിന്? അപ്പം വിശ്വാസം അല്പമായാൽ സംശയം കൂടിയിരിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനെ പിടിച്ചുകൊണ്ട്, ആര് പിടിച്ച കാര്യം പറയണേ? പത്രോസിനെ. അപ്പം ഉടനെ അതായത് സിറ്റുവേഷൻ ഓഫ് ദി സ്റ്റോറി ഇങ്ങനെയാണ്. കർത്താവ് കടലിൻ്റെ മീതെ രാത്രി വരുന്ന ഭാഗമാണിത്. അപ്പം കടലിൻ്റെ മീതെ കർത്താവിനെ കണ്ടപ്പോൾ വിസ്മയിച്ചുകൊണ്ട് പത്രോസ് ഒത്തിരി സ്നേഹത്തോടെയാണ് പറഞ്ഞത്, ലോർഡ് ഇറ്റ് ഈസ് യു ഇഫ്, അതായത് നീയാണ് എങ്കിൽ എന്നോടും ഈ കടലിൻ്റെ മീതെ അങ്ങോട്ട് വരാൻ കൽപ്പിക്കുന്നത്. ഈ പത്രോസ് ഈശോ കടലിൻ്റെ മീതെ വരുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും പത്രോസിൻ്റെ ഉള്ളിൽ വിശ്വാസത്തെക്കാളുപരി സ്നേഹമാണ് വരണത്. അപ്പോൾ ഈശോ കണ്ടപ്പോൾ വേറെ ആർക്കും തോന്നാത്തൊരു കൊതിയാണ്. കൊതിയല്ല ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. പത്രോസിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രശ്നം, സ്നേഹത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകും. അതായത് ഭയങ്കര, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്ന ആരോടായിരിക്കും? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ. നിങ്ങൾ ഏറ്റവും കൂടുതൽ തോന്നിയ ദിവസം കാണിക്കുന്ന ആരോടായിരിക്കും? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടാണ്. അപ്പോൾ സ്നേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പോൾ പത്രോസിന് സ്വാതന്ത്ര്യം കൂടുതലാണ്, കാര്യം സ്നേഹം കൂടുതലാണ്. അപ്പോൾ കടലിൻ്റെ മീതെ കർത്താവെ കണ്ടപ്പോൾ ഈ മനുഷ്യനുള്ള ഒരു സ്വാതന്ത്ര്യത്തോടുള്ള ഒരു അധികാരമുണ്ടല്ലോ. പറഞ്ഞ്, കർത്താവേ നീയാണ് അതെങ്കിൽ കടലിൻ്റെ മീതെ അങ്ങോട്ട് വരാൻ എന്നോട് പറയാൻ പറയും, എന്നെ വിളിക്കാൻ പറയും. അപ്പോൾ ഈശോ പറഞ്ഞു കാം എന്ന് പറയും. അത് അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ തോത് ചിന്തിക്കാൻ പറ്റുന്ന അല്ല, ശരിക്കും അത്രയും കൂടുതലാണ്. പക്ഷേ ഈ സ്നേഹത്തിലാണ് ഇവൻ ഈ യാത്ര ചെയ്യണത് കടലിൻ്റെ മീതെ, വിശ്വാസത്തിലല്ല.
കടലിന്മീതെ കർത്താവ് പത്രോസ് യാത്ര ചെയ്യും കർത്താവിൻ്റെ അടുത്തേക്ക്. അത് സ്നേഹത്തിലാണ് യാത്ര ചെയ്യണത്. പക്ഷെ കാലം നനഞ്ഞ് കാറ്റടിച്ചപ്പോൾ പെട്ടെന്ന് സ്നേഹം മറന്നുപോയി. അപ്പോൾ ഉടനെ ഇവൻ ഡുമ്പെന്ന് പറഞ്ഞ് താഴേക്ക് വരും. ഉടനെ കർത്താവ് ഉടനെ കയറി പിടിക്കുക പറഞ്ഞു. എന്ന് പറഞ്ഞ് അല്പവിശ്വാസി. എന്താണ്? അപ്പോൾ അല്പ സ്നേഹമുള്ളവരെന്നല്ല, അതായത് സ്നേഹമാണെങ്കിൽ എന്താ ചെയ്യണത്? അങ്ങോട്ട് പോകണം. നമ്മുടെ യാത്ര എപ്പോഴും വിശ്വാസത്തിലല്ല യാത്ര, പിന്നെന്താണ്? സ്നേഹത്തിലാണ് യാത്ര. ഉടമ്പടി യാത്ര എപ്പോഴും സ്നേഹത്തിലാണ്. എന്തുമാത്രം ആൾക്കാരാണ് 100 മേനിയും കൊയ്യണത്. ആരാ കൊയ്യണത്? ഈ വിശ്വാസികളല്ല കൊയ്യണത്, സ്നേഹക്കാരാണ് കൊയ്യണത്. അവരങ്ങനെ കണ്ണുപൊട്ടി ദൈവത്തിലങ്ങനെ സ്നേഹത്തിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് പോയാണ്. സാധാരണ മനുഷ്യനാണ് നീയെങ്കിലും നീ അനുഭവിക്കുന്ന സാധാരണ വിഷയങ്ങളിൽ പോലും അസാധാരണമായിട്ടാണ് ഉടമ്പടി ദൈവം ഇടപെടണത്. കൈ അടിച്ചു സുഖട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി, ഉടനെ ഈശോ വെറൈറ്റി പറഞ്ഞ ഉടനെ ഈശോ കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം വന്നിരിക്കുന്നത് വിശ്വാസവും സംശയവും ഒരുമിച്ച് വസിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? വിശ്വാസം കുറഞ്ഞാൽ സംശയം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സംശയത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്യണോ വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്നേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ പറയും. എന്താ കാര്യം? ഈ പത്രോസ് ആദ്യം ഈ ആക്ഷൻ കാണിക്കുന്നത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആരിലുള്ള? യേശുവിലുള്ള സ്നേഹത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെ എല്ലാം നടക്കണ ഇതാണ്. ഈ ഉടമ്പടിയിൽ ആൾക്കാർ ഹാർവസ്റ്റ് ചെയ്യുന്ന എല്ലാം വലിയ സ്നേഹിതന്മാരുമാണ് ദൈവത്തിൻ്റെ ഹാർവസ്റ്റ് ചെയ്യണത്. നമ്മളുടെ സൗകര്യവും തഞ്ചവും താളവും ഒക്കെ വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ ഉടമ്പടിനെ ചവിട്ടി പിടിക്കും, താത്തി കൊണ്ടുവരും, വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ചൂട്, ദൈവത്തോടുള്ള വിഷയം, അത് ചെയ്താൽ മതിയല്ല, എപ്പോഴാലും ചെയ്താൽ മതിയല്ല എന്നാണ് നിങ്ങൾ വിചാരിക്കണത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഒക്കുമ്പോൾ ഒക്കട്ടെന്നാണ് വിചാരിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോയെന്നാണ് എൻ്റെ അർത്ഥം. മറിച്ച് ദൈവത്തോട് സ്നേഹം തീഷ്ണമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചൂടും മഴയും വെയിലും ഒന്നും നോക്കാതെ, ഇപ്പം ചിലരില്ല ഞായറാഴ്ച കുർബാനയ്ക്കില്ലേ, ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടി എലി മാളത്തിൽ നിന്ന് പുറത്ത് പറന്ന് മേഘത്തോട്ട് നോക്കണ പോലെ നോക്കും, പുറത്തേക്ക് പിന്നെയും കുടയും പിടിച്ച് വരും, പുറത്തോട്ട് നോക്കും, പിന്നെ പോകാമെന്ന് നിൽക്കും, മഴ തോരട്ടെ എന്ന് പറയും. ഇങ്ങനെ തോർന്ന് അവരുടെ ഉദ്ദേശം എന്താ? മഴ തോർന്ന അനുസരിച്ചുകൊണ്ട് അവിടെ പ്രസംഗം തീരും, അപ്പോൾ എത്താം. അതാണ് ഉദ്ദേശിക്കണത്. മഴയാണെന്ന് നമ്മൾ പറയാനുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണ്? നമുക്ക് നോക്കുമ്പോൾ ദൈവത്തിന് കുഴപ്പമില്ല. എന്താണ്? മഴയത് കൊണ്ടല്ലേ പോണത്, കുടയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മുടെ ഉദ്ദേശം മഴ പമ്മുന്നനുസരിച്ചിട്ട് അവിടെ പ്രസംഗം കുർബാനയ്ക്ക് പോയെന്നുമായി മൊത്തം അവിടെ ഇരിക്കുകയും ചെയ്യേണ്ട. ഈ കള്ളക്കളികളെല്ലാം അപ്പം തന്നെ സ്കാൻ ചെയ്ത് പുറത്ത് വരും. നിങ്ങൾ പണി മേടിക്കണം നിങ്ങൾ തന്നെ കാരണക്കാരാണേ. നിങ്ങളുടെ തന്നെ കള്ളത്തരങ്ങൾ കാരണമാണ് ഉടമ്പടിയിൽ ലാഗ് ചെയ്ത് പോണത്. എനിക്ക് കാലെ പിടിച്ച് പറയാനുള്ള കാര്യം, ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ഇത് സത്യസന്ധമായിട്ട് പിന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തോക്കാതെ നിൽക്കണം. എന്നുവെച്ചാൽ നമ്മളായിട്ട് നമുക്കൊരു നെഗറ്റീവ് മാർക്ക് വീഴാത്ത രീതിയിൽ തീഷ്ണമായിട്ട് നിൽക്കുക. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ ഏത് സാഹചര്യത്തിലും ദൈവസ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യാൻ എന്നെ സഹായിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അർത്ഥം ചുരുക്കം എന്താ? നിങ്ങൾ എന്ത് ചെയ്താലും ഇപ്പം തന്നെ നിങ്ങൾ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞിട്ട് വേർത്തൊരിച്ച് ചാടി പുറത്ത് വീണ് അപ്പോഴുണ്ട് നിങ്ങളുടെ ട്രിവാൻഡ്രം വണ്ടി നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ പിടിച്ചില്ലെന്ന രീതി വണ്ടി പോയി. അപ്പോൾ ഉടനെ
ഡ്രൈവറിൻ്റെ തന്തക്ക് വിളിച്ചിട്ട് അവിടെ നിൽക്കും. നിങ്ങളുടെ ഉടമ്പടി ധ്യാനം എല്ലാം അവിടെ വെച്ച് ഉടയും. ഉടമ്പടി നിങ്ങളുടെ യഥാർത്ഥ നിങ്ങൾ ആരാണെന്നുള്ളത് പുറത്തു വരിക്കണം ആ സാധനം. അങ്ങനെ വരാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണത്? ആ വണ്ടി വിട്ടുപോയി, അതെന്ത് ചെയ്യണം? കുറച്ച് നേരം കൂടി കാത്തു നിൽക്കണം. ഞാൻ കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി ഞാൻ കാത്തു നിൽക്കും ഈ വെയിലത്ത്. ആ സംഭവം നിങ്ങൾക്കുണ്ടായ ക്ലേശങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഉടനെ വരവ് വെച്ച് എഴുതി മാറ്റണം. ഇങ്ങനെയാണ് സ്നേഹത്തെ വളരണത്. പീഡിയ അല്ല ദൈവൻ്റെ തന്തക്ക് വിളിച്ചൊരു കാര്യമില്ല. മറിച്ച് എനിക്കുണ്ടായിരുന്ന ക്ലേശത്തെ അത് ആരിൽ നിന്നുണ്ടായാലും, വീട്ടിലുണ്ടായാലും വഴിയിലുണ്ടായാലും ഇവിടെ നിന്നുണ്ടായാലും, ക്ലേശമെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് നോക്കുമ്പോൾ എന്താണത്? കുരിശാണ്. ക്രിസ്തു കുരിശിനെ എന്ത് ചെയ്തു? അത് മതി. അതായത് ക്ലേശമെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവർ ഉണ്ടാക്കിയാലും കണ്ടക്ടർ ഉണ്ടാക്കിയാലും വീട്ടുകാരുണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും ക്ലേശമെന്ന് പറഞ്ഞ സാധനം എന്താ? ബേസിക്കായിട്ട് അത് കുരിശാണ്. ഈ കുരിശിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചവിട്ടൊടിക്കണേണ് അല്ല. ക്രിസ്തു എന്താ ചെയ്തത്? ഐ കമാൻഡ് മൈ സ്പിരിറ്റ്. കുരിശിൻ്റെ അവസാനം എന്താ പറഞ്ഞത്? കുരിശിൻ്റെ ആദ്യ വിശ്വാസം പറഞ്ഞില്ല. അത് ഡ്യൂട്ടിയെല്ലാം പൂർത്തിയാക്കിയിട്ട് കുരിശ് എന്ത് ചെയ്യണമെന്നുള്ള അവസാനം പറയും. എന്താണ്? കുരിശ് അപ്പായെ ഏൽപ്പിക്കുന്നു. ഇത് ഏൽപ്പിച്ചിട്ട് എനിക്ക് തിരിച്ചു തരേണ്ടത് എന്താണ്? അപ്പായുടെ സ്നേഹം. നിൻ്റെ സ്നേഹത്താൽ ഞാൻ മഹത്വപ്പെടട്ടെ. അപ്പ മഹത്വപ്പെടുത്തി കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അപ്പ മഹത്വപ്പെടുത്തി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ തരുമ്പോൾ അതെല്ലാം കൺവേർഷനിലേക്ക് മാറ്റണം. അതെല്ലാം ക്ലേശങ്ങളെല്ലാം സ്നേഹമായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് ആധ്യാത്മികമായ ഒരു മെറ്റാബോളിസ പ്രക്രിയ അവിടെ നടക്കുന്നത്. ഒരു പചന വ്യവസ്ഥയാണ് നമുക്ക്. ആ പചന വ്യവസ്ഥയിൽ കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. പക്ഷേ ക്ലേശമായിട്ടാണ് നമുക്കതിനെ കിട്ടണത്. നമ്മളതിനെ പാചകം ചെയ്താണ് ക്ലേശങ്ങളെ നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം മുതലായ ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ചേർത്തുകൊണ്ട് ഈ ക്ലേശങ്ങളെ നമ്മൾ ദൈവസ്നേഹത്താൽ പാചകം ചെയ്യും. പാചകം ചെയ്തിട്ടാണ് ഇതിനെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യണത്. അപ്പം അതുകൊണ്ട് ഉടമ്പടി ഒരു ജീവിത രീതിയാണ്, ജീവിത ധർമ്മമാണ്, അതുപോലെ ജീവിത ശൈലിയാണ്. ഇതാ അല്ല ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും എഴുതിയിട്ട് കെട്ടിത്താത്തിയിട്ട് പോകണമല്ല കേസ് കെട്ട്. അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ പ്രക്രിയകൾ, അതിൻ്റെ ഭാഷ്യമാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഉടമ്പടിയുടെ പ്രക്രിയയുണ്ട്, അതിൻ്റെ ജീവിത രീതികളുണ്ട്, അതിൻ്റെ ഒരു ഭാഷ്യമാണ്. എന്ന് വെച്ചാൽ ഇൻ കേസ് നിങ്ങൾ അതിനാൽ ദൈവത്തിൻ്റെ സ്വന്തം പൈതലായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ദൈവത്തിൻ്റെ സ്വന്തം പൈതലായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്താ കാര്യം? നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണ്, അതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. കർത്താവിൻ്റെ സ്നേഹിതനാണെങ്കിൽ, കർത്താവിൻ്റെ സ്വന്തമാണെങ്കിൽ, അത് നീയാണെങ്കിൽ എനിക്കും കടലിൻ്റെ മീതെ നടക്കാനുള്ള അവകാശമുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, കൃപാസനത്തിൻ്റെ വാതിക്കലെത്തുമ്പോൾ നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ഡിഗ്രി, നിങ്ങളുടെ തറവാട്ട് മഹിമ, നിങ്ങളുടെ സ്റ്റാറ്റസ് ആൾക്കാർക്ക് നിങ്ങൾ വിസ്മരിക്കണം. വിസ്മരിക്കണമെന്ന് പറയാൻ കാരണം, ഇത് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നമുക്ക് ഇതുപോലെ ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ കമ്മ്യൂണിക്കബിൾ ആകുന്നതിന് കുറേ തടസ്സങ്ങൾ വരും. ഉടമ്പടി എപ്പോഴും അങ്ങനെ വരണം. അതുകൊണ്ടാണ് അവരുടെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം ഇതാണ്. അതായത് വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം, ഇപ്പം മാതാവിനെക്കുറിച്ച് ഇപ്പോൾ 1:49 പറഞ്ഞില്ലേ, വിനീത അവസ്ഥ തൃക്കൺ പാർത്തു എന്ന് പറയാൻ കാരണം നമ്മളുടെ സ്റ്റാറ്റസ് ചില സമയത്ത് നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ, കാരണം അവർ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥന വിശ്വാസത്തെക്കാൾ ഉപരി പ്രാർത്ഥനയുടെ ഇന്ധനം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹമെന്ന് പറയുമ്പോൾ അതിൽ എന്തും പറയാനും എന്തും ചോദിക്കാനും എന്തും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ ചേരുവകയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് പത്രോസ് എന്തും ചെയ്ത് കളയണത്. അങ്ങാണെങ്കിൽ പിന്നെ എന്താ, ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന് പറയും. അത്രയും സ്വാതന്ത്ര്യം യോഹന്നാന് ഇല്ല. അത്രയും സ്വാതന്ത്ര്യം ആ വള്ളത്തിലുള്ള ആർക്കും ഇല്ല. ദൈവത്തിൻ്റെ അടുത്ത് ഇത്രയും വലിയ സ്വാതന്ത്ര്യം കാണിക്കണത് അത്രയും വലിയ സ്നേഹത്തിൻ്റെ തോതിലാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സെന്റ് പീറ്ററിനെ പോലെ
സെന്റ് പീറ്ററിനെ പോലെ വിശുദ്ധ പത്രോസിനെ പോലെ ദൈവസ്നേഹത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വർഗീയ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷ രൂപമായി എന്നെ അഭിഷേകം ചെയ്യണം. അതായത് എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് കീപ്പ് ചെയ്യാൻ വേണ്ടി. അതിപ്പോൾ നമ്മൾ അതിനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സാക്ഷ്യം കേൾക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 25 സാക്ഷ്യം അപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് 10 സാക്ഷ്യം, കളക്റ്റീവായിട്ട് 15 സാക്ഷ്യം, അങ്ങനെയാണ് 25 സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യാണ്. ഓരോ സാക്ഷ്യവും ഓരോ ബൈബിളാണ്. ബൈബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിള് ബൈബിൾ അരിയാണെങ്കിൽ ബൈബിൾ ജീവിച്ച് അനുഭവത്തിലേക്ക് സാക്ഷ്യം മാറുമ്പോൾ ചോറായിട്ട് മാറും. എന്നുവെച്ചാൽ മറ്റുള്ളവർക്കും കൂടി അത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. സാക്ഷ്യത്തിൻ്റെ ഗുണവതാണ്. സാക്ഷ്യം ചോറാണ്. ബൈബിൾ അരിയാണ്, സാക്ഷ്യം ചോറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം? ബൈബിൾ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്, അപ്ലൈഡ് ചെയ്തിരിക്കുന്നതാണ്. ആ ബൈബിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ വിശ്വാസം, അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ സ്നേഹം, അപ്ലൈ ചെയ്യുന്ന വ്യക്തി പ്രത്യാശ, അതിനകത്ത് അവരുടെ ലെവലിലെ പ്രത്യാശ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഇതിലാണ് ഈ പാചകം ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്കൊരു സാക്ഷ്യാനുഭവം, ദൈവത്തെ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ദൈവത്തെ അനുഭവിക്കാനെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ്. ഉടമ്പടി നമ്മൾ അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ്. അത് ഭയങ്കര തീക്ഷ്ണമായിരിക്കും. എന്താ കാര്യം വെച്ചാൽ വേണേ ഒരു പായൊക്കെ എടുത്തുകൊണ്ട് വെറുതെ യോഗ ഇരിക്കണ പോലെ ഇരുന്ന് നമുക്ക് ഏതെങ്കിലും വചനമൊക്കെ ധ്യാനിച്ചും അത് പിന്നെയും പറഞ്ഞും ഒക്കെ ഒരു ബൗദ്ധികമായിട്ടുള്ള ആശയപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്ത് ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്നവർ, കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഇന്ന് സഭ, ഈ പ്രഭുത്വ സഭയുടെ ഒരു കുഴപ്പം, ഇത് മിക്കവാറും ക്ലാസ് റൂമിൽ കെട്ടിക്കിടക്കുന്ന ദുഷിച്ച വെള്ളം പോലെയാണ്. അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റയർ ലോകത്തിന് അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള പ്രയോജനം ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ യേശുവിനെ അറിയിക്കുക, ലോകത്തിൽ യേശുവിനെ കൈമാറുക, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുക. ചിലപ്പോൾ 5-6 പേരുടെ മുമ്പിലൊക്കെ സാക്ഷിയായിട്ട് ജീവിക്കാം. അങ്ങനെയല്ല. ഉടമ്പടിയിലൊരു സാക്ഷ്യം പറയുമ്പോൾ അതൊരു 50,000 പേര് കണ്ടാൽ നീ 50,000 പേരുടെ മുമ്പിൽ കർത്താവിൻ്റെ സാക്ഷിയാണ്. 50,000 പേര്. അപ്പം നിങ്ങളെന്താ പറയേണ്ടത്? കർത്താവേ, ഈ വർഷം 2024 ഒരു 10 ലക്ഷം പേരുടെ മുമ്പിൽ നീ എന്നെ സാക്ഷിയാക്കണമേ. നീ ഉടമ്പടി എടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം പേരുടെ മുമ്പിൽ 2024 എന്നെ സാക്ഷിയാക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവേ 10 ലക്ഷം ഈ വർഷം 10 ലക്ഷം പേരുടെ മുമ്പിൽ നിന്റെ പീഡാനുഭവത്തിന്റെ കുരിശുമരണത്തിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷിയാകാനുള്ള അനുഭവങ്ങളിലൂടെ എന്നെ നടത്തണമേ. ഇപ്പൊ ഈ ദൈവത്തെക്കുറിച്ചൊക്കെ ചില ആൾക്കാർ സംസാരിക്കണില്ലേ, ദൈവം ഇല്ല എന്നൊക്കെ പറയാം. അവർ ശരിക്കും പറഞ്ഞാൽ അത് ബൈബിൾ വരെ പറയണ വിഡ്ഢിയാന്മാരെന്നാ. എന്താ കാര്യം? അവർക്ക് പ്രാർത്ഥിച്ച അനുഭവമില്ലല്ലോ. അനുഭവമില്ല. അതായത് പ്രാർത്ഥിച്ചും ദൈവത്തോട് ഇടപെട്ടു അനുഭവമുള്ളവർക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങളാണ് ഉള്ളത്. അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാണ്. അപ്പം അത് എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ജീവിതം ഉടമ്പടി വഴി ദൈവത്തിൻ്റെ കൂടെയുള്ള ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ജീവിതം, അത് ഒരു വിഷയത്തിൽ നിങ്ങൾ ഉറപ്പിച്ച് നിർത്തരുത്, വ്യക്തിയിലാണ് ഉറപ്പിച്ച് നിർത്തേണ്ടത്. പിടികിട്ടിയ? നിങ്ങളെന്താ വിഷയം, ഒരു ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശ യാത്ര, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം, അപ്പം അത് കഴിയുമ്പോൾ നിങ്ങൾ ഉഴപ്പും. പക്ഷെ അതല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് വ്യക്തിയെയാണ് നിങ്ങൾ ഉറപ്പിച്ച് നിർത്തേണ്ടത്. കാര്യം ഞാനൊരു വ്യക്തി, ദൈവം ഒരു വ്യക്തി. അതൊരു ടെമ്പററി ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് അല്ല, നിത്യത വരെ എത്തുന്ന ഒരു ബന്ധമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
എൻ്റെ ജീവിതത്തിലെ നിത്യത വരെ എത്തുന്ന വലിയ സ്നേഹബന്ധമായ ഉടമ്പടി ജീവിക്കാൻ അവസരം തന്നതിന് നന്ദി പറയുന്ന ഉടമ്പടിയിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കുക. എപ്പോൾ ഈ ധ്യാനം കൂടിയാലും ധ്യാനത്തിലേക്ക് വരുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം അത് ഷെയർ ചെയ്യണം. നിങ്ങൾ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഷെയർ ചെയ്തിട്ട് വേണം സാക്ഷ്യം കേൾക്കാൻ. എന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാനീ ഷെയർ ചെയ്യുന്ന സാക്ഷ്യം അനേകം മക്കൾ കേട്ട് അവർ നിൻ്റെ കൃപയിൽ ജീവിക്കാൻ, വിശുദ്ധി ജീവിക്കാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. എന്നെ സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ, യേശു കൈമാറ്റത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ശ്രുതികട ഹല്ലേലൂയ. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗങ്ങളെയും അതുപോലെ ജീവിത പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ്. അമ്മ അത് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യാശയോടെ അല്ല, ഉപരി ദൈവസ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. എല്ലാവരും ശ്രുതികട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഐശ്വര്യം ഒന്നും സാധ്യമല്ലാത്തവർ എല്ലാം സാധ്യമായ ഈശോ, നിനക്ക് സ്വസ്ഥവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും, നിനക്ക് ആരാധന അർപ്പിക്കും. കർത്താവ് നിന്നെ വിശുദ്ധമായ വലതുകരം, തിരുമലവാർന്ന അത്ഭുതകരം അങ്ങനെ മക്കളുടെ ശിരസിൽ വെക്കുന്ന പ്രാർത്ഥന അവിടെ സന്ധിബന്ധങ്ങളിലും മാംസപേശികളിലും ഞരമ്പുകളിലും ശരീരകോശങ്ങളിലും പ്രധാനത്വം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, എല്ലാ അസ്ഥികളിലും, അസ്ഥിക്കൊടുകളിലും, തലച്ചോറിലും, ശരീരഞരമ്പുകളിലും, രക്തഞരമ്പുകളിലും, ശരീരകോശങ്ങളിലും, ഹൃദയഞരമ്പുകളിലും, കരളിലും, ഗർഭാശയത്തിലും, ഉദരാശയത്തിലും, കർത്താവെ ശിഷ്ടമുള്ള സ്ഥലങ്ങളിലെ കർത്താവെ പീരീഡ്സ് കറക്റ്റാകാത്തവരുടെ, രക്തസ്രാവം നിൽക്കാത്തവരെ സ്പർശിക്കണമേ. മാനസിക അസ്വസ്ഥതകളെ സ്പർശിക്കണമേ. കർത്താവ് എപ്പിലെപ്സി രോഗികളെ സ്പർശിക്കണമേ. ആസ്മ രോഗികളെ സ്പർശിക്കണമേ. ഓട്ടിസം രോഗികളെ സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. കുടുംബങ്ങളിൽ തകർച്ചയുള്ളവർ, വിശ്വാസം കുറഞ്ഞുള്ളവർ, സംശയം കൂടിയവർ, ഉടമ്പടിക്ക് ഇതുവരെ അനുഭവമില്ലാത്തവർ, ഉടമ്പടി ഉടപ്പിയിട്ടുള്ളവരും, കർത്താവ് ഉടമ്പടി പരീക്ഷ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിമുഖതയുള്ളവർ എല്ലാവരുടെയും ദൈവസ്നേഹം നിറക്കണമേ. കർത്താവിൻ്റെ കരുണ, മാർഗരോഗങ്ങൾ, തിരാവേദികൾ, ജീവദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, മാർഗരോഗങ്ങൾ, തിരാവേദികൾ, ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, വാതരോഗങ്ങൾ, വിസർപ്പരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതലേ ഉള്ളംകാല് വരെ എല്ലാ പേശികളിലും, ഞരമ്പുകളിലും, കോശങ്ങളിലും, അട്ടലുകളിലും, തെറിച്ചുപോയ, തെന്നിപ്പോയ കശേരികളിലും, കരളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. അരവിച്ച കോശങ്ങൾ, മുഴയുള്ള കോശങ്ങൾ, സിസ്റ്റുള്ള കോശങ്ങൾ, കർത്താവ് മുന്തിരിക്കൊലമുള്ള അസുഖങ്ങൾ, കുടലിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗികൾ, ഷുഗർ രോഗികൾ, കൊളസ്ട്രോൾ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കർത്താവ് ഓട്ടിസം രോഗികൾ അങ്ങ് സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, കൈവക്കാൻ പറ്റാത്തവർ, അത് നടക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ, ഗർഭത്തിൽ കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ, പ്രസവത്തിന് ശേഷം കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, കേൾക്കാത്ത കുഞ്ഞുങ്ങൾ, കാണാത്ത കുഞ്ഞുങ്ങൾ, ചെവി കേൾക്കാൻ പറ്റാത്തവർ യേശുവിനെ സ്പർശിക്കട്ടെ. അവിടെ ചെവികളിൽ കർത്താവ് സ്പർശിക്കട്ടെ. അവിടെ തൊണ്ടയിൽ കർത്താവ് സ്പർശിക്കട്ടെ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നമ്മൾ സംഭവിക്കട്ടെ. അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ പിതാവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ, യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ദുരിതങ്ങൾ മാറിപ്പോകട്ടെ. പല്ലിലെ വേദന, തൊണ്ടയുടെ അസുഖങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, മക്കളില്ലാത്തവർ കർത്താവ് സ്പർശിക്കട്ടെ. ഉരന്തരത്തെ സ്പർശിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവർ, ജോലി ഇല്ലാത്തവർ, ജോലിക്ക് പോകാൻ പോയിട്ട് കഷ്ടപ്പെടുന്നവര്, നട്ടം തിരിയുന്നവര്, തിരിച്ചു പോകാൻ പറ്റാത്തവരെ എല്ലാവരും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ
അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ, ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഉടമ്പടി വ്യക്തിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കുക. കർത്താവെ, ഉടമ്പടി പ്രാർത്ഥനയിലെ പ്രവർത്തനങ്ങളിലൂടെ സ്നേഹം വർദ്ധിപ്പിച്ച്, സ്വാതന്ത്ര്യം വർദ്ധിപ്പിച്ച്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച്, അങ്ങയോട് മോശയോടെന്ന പോലെ മുഖാമുഖം സംസാരിച്ചതുപോലെ അങ്ങയോട് സംസാരിക്കുവാൻ, അങ്ങ് പറയുന്ന കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കുകയും ഞങ്ങളുടെ മനസ്സിലൂടെ അങ്ങ് പറയുന്ന സംസാരവും സംഭാഷണവും ഗ്രഹിക്കുവാൻ തക്കവിധം ദൈവസ്നേഹമുള്ളവരായി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ എന്നും അഭിഷേകം ചെയ്യണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ, അങ്ങയുടെ ആശീർവാദത്തിന് മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ഞങ്ങളെ ആശീർവദിച്ച് അഭിഷേകം ചെയ്യണമേ, അങ്ങയുടെ ദൈവസ്നേഹത്താൽ നിറയുന്നവരാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.